അല്ല, അതൊന്നും ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ കലാകാലങ്ങളിൽ ഒരേ സീറ്റുകളിൽ മത്സരിക്കുന്ന ആളുകളെ മാറ്റുന്നത് ഒരു നല്ല പ്രവണതയല്ലേ? സ്ഥിരമായി മത്സരിക്കുകയും ജയിക്കുകയും പദവികൾ അധികാര സ്ഥാനങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അധികം മുനിസിപ്പാലിറ്റികൾ ഭരിക്കാത്തൊരു പാർട്ടിയാണിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലവിൽ. ഇനി വരാനിരിക്കുന്നതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം പുതിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കണ്ടേ? അതും നിങ്ങൾ പറയില്ലേ? അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും അതിനകത്ത് കാണേണ്ട വായിക്കേണ്ട ആവശ്യമില്ല. അത് അവർ നേരത്തെ മത്സരിക്കുമ്പോഴും വേറെ കുറെ ആളുകൾ പറഞ്ഞിരുന്നു. ആദ്യമായിട്ടല്ല, രണ്ടാം തവണയും കിട്ടി. കഴിഞ്ഞ തവണ ഇതിനേക്കാൾ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അപ്പം ഞാനായിരുന്നു പ്രസിഡന്റ്. കഴിഞ്ഞ തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇല്ലാത്ത വാർത്തകൾ ആയിരക്കണക്കിന് വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? അതെ. അത് നല്ലപോലെ ഭരണം നടത്തിയോണ്ടല്ലേ രണ്ടാമത് അധികാരത്തിൽ വന്നത്. ഇനി മൂന്നാമതും വരും. അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്നും ബാധിക്കില്ലെന്ന്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉം LDF ഉം ഒരു പ്രധാനപ്പെട്ട ശക്തിയെ അല്ല പാലക്കാട്. ഈ സീറ്റിൻ്റെ പേരിൽ തർക്കങ്ങളെന്ന് പറയുന്നത് തന്നെ അവിടെ നല്ല വിജയസാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അവിടെ ഒരു ശക്തിയല്ല LDF ഉം UDF. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിയമസഭ നഗരസഭ കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളുണ്ടല്ലോ. പാലക്കാട് നഗരസഭയിൽ LDF ഉം UDF ഉം ഒരുമിച്ച് നിന്നാലും പല വാർഡുകളിലും അവർക്ക് ജയിക്കാൻ കഴിയില്ല. അവരതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ആശങ്ക BJPക്ക് ഇല്ല.